മാട്രിക്സിന്റെ ഫലസൂചന അനുസരിച്ച്, എക്സിറ്റ് പോൾ ഫലം അനുസരിച്ച് BJPക്ക് 35 മുതൽ 40 സീറ്റ് വരെ, അതായത് പരമാവധി 40 സീറ്റുകൾ വരെ കിട്ടാം. അത് 35 കുറയുകയും ചെയ്യാം. ആം ആദ്മി പാർട്ടിക്ക് 32 മുതൽ 37 വരെ, അതായത് പരമാവധി സീറ്റുകൾ 37, എന്നാൽ 32 സീറ്റുകൾ വരെ കുറയുകയും ചെയ്യാം എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ നേരിയ ഒരു എഡ്ജ് BJPക്ക് ഉണ്ട്. പക്ഷേ ഇതൊരു തൂക്ക് സഭ എന്നതിന്റെ സൂചനയാണ് അല്ലേ രാകേഷ്? 32-37 ആം ആദ്മി പാർട്ടിക്ക്, BJPക്ക് 35 മുതൽ 40 സീറ്റുകൾ വരെ. ഒരു സീറ്റ് കോൺഗ്രസിന് കിട്ടിയേക്കാം അല്ലെ? അതെ, മെട്രിക്സിന്റെ സർവേ പറയുന്നത് ആം ആദ്മി പാർട്ടി വേണമെങ്കിൽ ആം ആദ്മി പാർട്ടിക്ക് സർക്കാർ രൂപീകരിക്കാം, പക്ഷേ 32 മുതൽ 37 സീറ്റ് വരെയാണ് പ്രവചിക്കുന്നത്. അതിൽ തന്നെ കൂടുതൽ സീറ്റുകൾ അവർ നൽകുന്നത് BJPക്കാണ്. 35 മുതൽ 40 വരെ സീറ്റുകൾ നൽകുന്നുണ്ട്. കാരണം ഡൽഹി 70 മണ്ഡലങ്ങളാണ് ഡൽഹിയിലുള്ളത്. കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 36 സീറ്റാണ്. കോൺഗ്രസിന് കഴിഞ്ഞ തവണത്തിന് സമാനമായ രീതിയിൽ ഒരു സീറ്റ് പരമാവധി ലഭിച്ചേക്കാം, അല്ലെങ്കിൽ കഴിഞ്ഞ 2 തവണത്തേതുപോലെ സീറ്റുകൾ ഉണ്ടാകില്ല എന്നതാണ് ഇപ്പോൾ മെട്രിക്സിന്റെ സർവേ. JVCയുടെ പോൾ, എക്സിറ്റ് പോൾ ഫലവും വരുന്നുണ്ട്. അവിടെ നേരിയ മുൻതൂക്കം ഉള്ളത് ആം ആദ്മി പാർട്ടിക്കാണ്. 45 സീറ്റുകൾ വരെ ആം ആദ്മി പാർട്ടിക്ക് കിട്ടിയേക്കാം എന്നുള്ളതാണ് JVCയുടെ പോൾ പ്രഡിക്ഷൻ, എക്സിറ്റ് പോൾ ഫലം നൽകുന്ന സൂചന. അവിടെ JVCയുടെ കണക്കനുസരിച്ച് 39 മുതൽ, അല്ല അവിടെ BJPക്കാണ് 39 മുതൽ 45 സീറ്റുകൾ വരെ JVC കണക്കനുസരിച്ച് BJPക്ക് കിട്ടാം. അതായത് കേവല ഭൂരിപക്ഷത്തെക്കാൾ കൂടുതൽ അവിടെ കേവല ഭൂരിപക്ഷം പ്രവചിക്കുന്നത് BJPക്കാണ്. JVCയുടെ പോളാണ് ഞാനിവിടെ വായിച്ചത്, ഇപ്പോൾ കാണിക്കുന്നതല്ല. ആം ആദ്മി പാർട്ടിക്ക് 22 മുതൽ 31 സീറ്റുകൾ വരെ. പീപ്പിൾസ് ഇൻസൈറ്റിന്റെ ഫലമനുസരിച്ച് BJPക്ക് 40 മുതൽ 44 സീറ്റുകൾ വരെ, 25 മുതൽ 29 സീറ്റുകൾ വരെ ആം ആദ്മി പാർട്ടിക്ക്. അവിടെയും കോൺഗ്രസിന് ഒരു സീറ്റ് കിട്ടിയേക്കാം എന്നുള്ളതാണ്. അതായത് 3 ഫലങ്ങൾ വന്നപ്പോൾ മാട്രിക്സ് എക്സിറ്റ് പോൾ അനുസരിച്ച് തൂക്ക് സഭയാണ്, JVCയുടേത് അനുസരിച്ച് BJPക്കാണ് മേൽക്കൈ. അത് 39 മുതൽ 45 സീറ്റുകൾ വരെ ആകാം. 22 മുതൽ 31 സീറ്റുകൾ വരെ ആം ആദ്മി പാർട്ടിക്ക് 2 സീറ്റുകൾ കോൺഗ്രസിന് കിട്ടിയേക്കാം. പീപ്പിൾസ് ഇൻസൈറ്റ് അനുസരിച്ച് 40 മുതൽ 44 സീറ്റുകൾ വരെ BJPക്ക് കിട്ടുമെന്നാണ്. ആം ആദ്മി പാർട്ടിക്ക് 25 മുതൽ 29 സീറ്റുകൾ വരെ, അവിടെ ഒരു സീറ്റ് കോൺഗ്രസിന് കിട്ടിയേക്കാം എന്നുള്ളതാണ്. അങ്ങനെ 2 എക്സിറ്റ് പോൾ ഫലങ്ങളും നൽകുന്നത് BJPക്ക് ജയിക്കാൻ സാധിക്കും ഡൽഹിയിൽ എന്നുള്ളതാണ്. പീപ്പിൾസ് പൾസിന്റെ അനുസരിച്ച് 10 മുതൽ 19 സീറ്റുകൾ വരെ ആം ആദ്മി പാർട്ടിക്ക് എന്നുള്ളതാണ് പീപ്പിൾസ് പൾസ്. 51 മുതൽ 60 സീറ്റുകൾ വരെ പീപ്പിൾസ് പൾസ് പ്രവചിക്കുകയാണ്. ആർക്ക്? BJPക്ക്. അങ്ങനെ 4 എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇപ്പോൾ വന്നപ്പോൾ അതിൽ 3ഇടത്തും BJPക്ക് മേൽക്കൈ എന്നുള്ളതും ഒരിടത്ത് തൂക്ക് സഭ എന്നുള്ളതുമാണ്. രാകേഷ്, അതെ, ഇപ്പോൾ ചാണക്യയുടെ സർവേ പ്രകാരം ആം ആദ്മി പാർട്ടി 28 സീറ്റിൽ ഒതുങ്ങും എന്നാണ് പറയുന്നത്. അതായത് 25 മുതൽ 28 സീറ്റ് വരെയാണ് ആം ആദ്മി പാർട്ടിക്ക് ചാണക്യ പ്രവചിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെയും BJPക്ക് തന്നെയാണ് സാധ്യത കൽപ്പിക്കുന്നത്. പീപ്പിൾസ് പ്ലസ് ആണ് വലിയ മാർജിനിൽ BJP ഒരു ഏകപക്ഷീയമായ നിലയിൽ കഴിഞ്ഞ തവണ ആം ആദ്മി പാർട്ടി ജയിച്ചതിന് പോലെയോ അല്ലെങ്കിൽ അതിനടുത്ത് നിൽക്കുന്ന തരത്തിൽ വിജയിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നത്. 60 സീറ്റ്, അതായത് BJP 51 മുതൽ 60 വരെ സീറ്റുകൾ നേടും എന്നാണ് പീപ്പിൾസ് പ്ലസ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ആം ആദ്മി പാർട്ടി 10 മുതൽ 19 സീറ്റ് വരെ, പരമാവധി 19 സീറ്റുകൾ ഒതുങ്ങും എന്നാണ് പീപ്പിൾസ് പ്ലസിന്റെ സർവേ. അതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ കൃത്യമായ പ്രവചനമായിരുന്നു. ചില തെരഞ്ഞെടുപ്പ്, പ്രത്യേകിച്ച് ചില ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ ഏതാണ്ട് ആക്യുറേറ്റ് ആയി പ്രവചിച്ച ഏജൻസിയാണ്. എത്ര വരെയാണ് പറഞ്ഞിട്ടുള്ളത്? ഇപ്പോൾ P മാർക്കിന്റെ വന്നിട്ടുണ്ട്. അത് എക്സിറ്റ് പോൾ അനുസരിച്ച് 39 മുതൽ 49 സീറ്റുകൾ വരെ BJPക്ക്, ആം ആദ്മി പാർട്ടിക്ക് 21 മുതൽ 31 സീറ്റ് വരെ. ഇവിടെയും കേവല ഭൂരിപക്ഷം BJPക്ക് കിട്ടുമെന്നാണ് P മാർക്ക് എക്സിറ്റ് പോൾ ഫലവും പറയുന്നത്. 39 കുറഞ്ഞ സീറ്റ്, 49 സീറ്റുകൾ വരെ BJPക്ക് കിട്ടുമെന്നാണ്. പക്ഷേ കേവല ഭൂരിപക്ഷം ആം ആദ്മി പാർട്ടിക്ക് കിട്ടില്ല എന്നാണ് P മാർക്കിന്റെ എക്സിറ്റ് പോൾ ഫലം നൽകുന്ന സൂചന. അതായത് ഒരു സർവേയിലും ആം ആദ്മി പാർട്ടിക്ക് ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല എന്ന പ്രത്യേകതയുമുണ്ട്. ഇപ്പോൾ ഇത് കോടീകരിച്ച് പറയുകയാണെങ്കിൽ മാട്രിക്സിന്റെ എക്സിറ്റ് പോൾ ഫലം അനുസരിച്ച് ആം ആദ്മി പാർട്ടിക്ക് 32 മുതൽ 37 സീറ്റുകൾ വരെ, BJPക്ക് 35 മുതൽ 40 സീറ്റുകൾ വരെ എന്നാണ്. JVCയുടെ 22 മുതൽ 31 വരെ ആം ആദ്മി പാർട്ടിക്ക്, അതേസമയം 39 മുതൽ 45 സീറ്റുകൾ വരെ BJPക്ക് കിട്ടാം എന്നുള്ളതാണ്. JVCയുടേതാണ് ഇപ്പോൾ കാണുന്നത്. 21 മുതൽ 32 സീറ്റുകൾ വരെ ആം ആദ്മി പാർട്ടിക്ക്, BJPക്ക് 39 മുതൽ 45 സീറ്റുകൾ വരെ. അവിടെ 2 സീറ്റ് കോൺഗ്രസിന് പറയുന്നുണ്ട്. കേവല ഭൂരിപക്ഷം BJPക്കാണ് പറയുന്നത്. രാകേഷ്, ഇതൊരു ട്രെൻഡ് ആകുമോ? എന്തായാലും എക്സിറ്റ് പോൾ ഫലങ്ങൾ കഴിഞ്ഞ പല തെരഞ്ഞെടുപ്പുകളിലും ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആം ആദ്മി പാർട്ടിക്ക് ഇവിടെ തിരിച്ചു വാദിക്കുവാനും അവസരമുണ്ട് അല്ലേ? അതെ, ഡൽഹിയിലെ തന്നെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ അത്തരം വാദങ്ങൾ ഉന്നയിക്കാം. എക്സിറ്റ് പോളുകൾ എല്ലാ കാലത്തും ശരിയായ പതിവുമില്ല. പ്രത്യേകിച്ച് കഴിഞ്ഞ തവണത്തെ ഡൽഹി എക്സിറ്റ് പോളുകളൊക്കെ നോക്കുകയാണെങ്കിൽ ആം ആദ്മി പാർട്ടി കേവല ഭൂരിപക്ഷം, ആം ആദ്മി പാർട്ടി ഒരുപക്ഷെ 45 സീറ്റുകൾ വരെയാണ് കഴിഞ്ഞ തവണത്തെ എക്സിറ്റ് പോളുകളൊക്കെ തന്നെ പറഞ്ഞിരുന്നത്. പക്ഷേ ആം ആദ്മി പാർട്ടി
62 സീറ്റുകൾ നേടിയാണ് വിജയിച്ചിരിക്കുന്നത്. പക്ഷേ ഇത്തവണ നോക്കുമ്പോൾ മഞ്ജുഷ് സൂചിപ്പിച്ചു തന്നെയാണ് കാര്യം. കാരണം ഇതുവരെ 4 എക്സിറ്റ് പോളുകൾ വന്നെങ്കിൽ ഈ 4ഉം BJP അധികാരത്തിൽ വരും എന്ന് പ്രവചിക്കുകയാണ്. അതിൽ തന്നെ മെട്രിക്സിന്റെ കണക്ക് BJPക്ക് വ്യക്തമായ ഭൂരിപക്ഷം അവർ പറയുന്നുണ്ട്. 35 മുതൽ 40 വരെ സീറ്റുകൾ എന്ന് പറയുമ്പോൾ കൃത്യമായി കേവല ഭൂരിപക്ഷം ഉറപ്പിക്കുന്ന തരത്തിലൊരു പ്രകടനം BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പിമാർക്ക് ആണെങ്കിലും അങ്ങനെ തന്നെയാണ് BJPയെ വിലയിരുത്തുന്നത്. BJPയുടെ പ്രകടനം 39 സീറ്റുകൾ, പരമാവധി 39 സീറ്റുകളിലേക്ക് BJP എത്തും. ക്ഷമിക്കണം, ഏറ്റവും കുറഞ്ഞത് 39 സീറ്റുകൾ BJPക്ക് ലഭിക്കുമെന്ന് പറയുമ്പോൾ പരമാവധി അവർ 49 വരെ പോകാമെന്നാണ് പറയുന്നത്. ആം ആദ്മി പാർട്ടി 21 മുതൽ 31 സീറ്റുകൾ വരെ ഒതുങ്ങുമെന്നും പറയുന്നുണ്ട്. JVC ആണ് ഇപ്പോൾ BJP, അവിടെയും 39 മുതൽ പോൾ ഡയറുടെ ആണ് ഏറ്റവും ഒടുവിലത്തെ കണക്ക്. അതിൽ പ്രകാരം 39 മുതൽ 45 വരെ സീറ്റുകൾ BJP നേടുമെന്ന് പറയുമ്പോൾ ആം ആദ്മി പാർട്ടി പരമാവധി 31 സീറ്റ്, 21 മുതൽ 31 സീറ്റ് വരെ നേടും എന്ന് പറയുന്നു. കോൺഗ്രസിന് പരമാവധി 2 സീറ്റ്. ഇതാണ് പോൾ ഡയറിയുടെ കണക്കുകൾ. ഇങ്ങനെ ഇപ്പോൾ പുറത്തു വന്ന എല്ലാ എക്സിറ്റ് പോളുകളും BJPക്ക് സർക്കാർ ഉണ്ടാക്കാൻ കഴിയും, അല്ലെങ്കിൽ BJP ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകുമെന്ന് പറയുന്നതാണ്. തീർച്ചയായും പീപ്പിൾസ് പൾസിന്റെ കണക്ക് എന്ന് പറയുന്നത് വലിയ കണക്കാണ് അല്ലേ? അവിടെ 50-ലധികം സീറ്റുകൾ BJPക്ക് കിട്ടാം എന്നുള്ളതാണ്. 60 സീറ്റ് വരെ BJPക്ക് കിട്ടാമെന്ന്, അതായത് 70-ൽ 60 സീറ്റുകൾ വരെ BJPക്ക് പ്രവചിക്കുകയാണ് പീപ്പിൾസ് പൾസ് ഇല്ലേ? ആ ഒരു ഏജൻസി അവർ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലും നേരത്തെ എക്സിറ്റ് പോൾ ഫലങ്ങളുമായിട്ട് വന്നതാണ്. പീപ്പിൾസ് ഇൻസൈറ്റ് ആണെങ്കിൽ 40 മുതൽ 44 സീറ്റുകൾ വരെയാണ് പ്രവചിച്ചിരിക്കുന്നത്. മാട്രിക്സിന്റെ കണക്കിലാണ് ഒരു തൂക്കുസഭ പറയുന്നത് അല്ലെ? തൂക്കുസഭയാണ് മാട്രിക്സിന്റെ കണക്കിൽ. JVCയുടെ കണക്കിലും കൃത്യമായും കേവല ഭൂരിപക്ഷം BJPക്ക് പറയുന്നുണ്ട്. പീപ്പിൾസ് പൾസിന്റെ ആം ആദ്മി പാർട്ടിക്ക് 19 സീറ്റുകൾ വരെ മാത്രമേ പരമാവധി പറയുന്നുള്ളൂ. അവിടെ കോൺഗ്രസിന് ഒരു സീറ്റും പറയുന്നില്ല എന്ന പ്രത്യേകതയുമുണ്ട്. കോൺഗ്രസ് പൊതുവെ അങ്ങനെയാണല്ലോ, ഇത്തവണ കോൺഗ്രസിന് ഒരു സീറ്റും കിട്ടില്ല എന്ന രീതിയിലുള്ള ഒരു വിലയിരുത്തൽ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ സമയത്ത് ഉണ്ടായിരുന്നു അല്ലേ രാകേഷ്? കോൺഗ്രസ് ആദ്യഘട്ടത്തിലൊക്കെ ഒരു മുന്നേറ്റം ഒക്കെ തന്നെ നടത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ രാഹുൽ ഗാന്ധി സീലംപൂർ കേന്ദ്രീകരിച്ച് പ്രചാരണത്തിലെത്തുന്നു. അതൊരു ന്യൂനപക്ഷ മണ്ഡലമാണ്. സ്വാഭാവികമായി ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിച്ചാൽ ആർക്കാണ് അതിന്റെ ഗുണം ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ കോൺഗ്രസ് ഏതായാലും ആം ആദ്മി പാർട്ടിക്കെതിരെ, പക്ഷേ BJP പ്രചാരണത്തിൽ എങ്ങനെ ആക്രമിച്ചോ അതേപോലെ സമാനമായ രീതിയിൽ എല്ലാ വിഷയങ്ങളും അത്ര കടുത്ത നിലപാട് ആം ആദ്മി പാർട്ടിക്കെതിരെ എടുക്കുന്നത് കണ്ട് ഇന്ന് പോലും ആം ആദ്മി പാർട്ടിക്കെതിരെ വലിയ വിമർശനം കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുണ്ടായി. പക്ഷെ അങ്ങനെ പറയുമ്പോൾ പോലും കോൺഗ്രസിന് അവിടെ വലിയ പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ചാണക്യ സ്ട്രാറ്റജീസിന്റെ കണക്കനുസരിച്ച് 39 മുതൽ 44 സീറ്റുകൾ വരെ BJPക്ക് കിട്ടാം എന്നുള്ളതാണ്. ആം ആദ്മി പാർട്ടിക്ക് 25 മുതൽ 28 സീറ്റ് വരെ. അവിടെ കോൺഗ്രസിന് പക്ഷേ 2 മുതൽ 3 സീറ്റുകൾ വരെ കിട്ടാമെന്ന് ചാണക്യയുടെ പ്രവചനമുണ്ട്. ചാണക്യ സ്ട്രാറ്റജീസ് 39 മുതൽ 44 സീറ്റുകൾ വരെ BJPക്ക്, 25 മുതൽ 28 സീറ്റുകൾ വരെ ആം ആദ്മി പാർട്ടിക്ക്, 2 മുതൽ 3 സീറ്റുകൾ വരെ കോൺഗ്രസിന്. ഇതിൽ മാട്രിക്സിന്റെ എക്സിറ്റ് പോൾ ഫലം ഒഴികെ മറ്റ് എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളിലും BJPക്ക് കേവല ഭൂരിപക്ഷം പ്രവചിക്കുന്നു. ചില എക്സിറ്റ് പോളുകളിൽ 50-ന് മുകളിൽ സീറ്റുകൾ പ്രവചിക്കുന്നു എന്നുള്ള പ്രത്യേകതയുമുണ്ട്. മാട്രിക്സിൽ മാത്രം ഒരു തൂക്ക് സഭയാണ് പ്രവചിക്കുന്നത്. പോൾ ഡയറിയുടെ കണക്കനുസരിച്ച് ആം ആദ്മി പാർട്ടിക്ക് 18 മുതൽ 25 സീറ്റുകൾ വരെ മാത്രമേ ഉള്ളൂ. പക്ഷേ BJPക്ക് 42 മുതൽ 50 സീറ്റുകൾ വരെ പറയുകയാണ്. കേവല ഭൂരിപക്ഷത്തിനേക്കാൾ വളരെ കൂടുതൽ സീറ്റുകളാണ് പോൾ ഡയറി BJPക്കായിട്ട് നൽകുന്നത്. ഡൽഹിയിൽ എക്സിറ്റ് പോൾ സൂചന അനുസരിച്ച് കോൺഗ്രസിന് 2 സീറ്റുകൾ വരെ, പോൾ ഡയറി എക്സിറ്റ് പോൾ അനുസരിച്ച് 2 സീറ്റുകൾ വരെ കിട്ടും.